എൻ്റെ അപ്പച്ചൻ്റെ പ്രായമുണ്ട്, 70 വർഷം പഴക്കമുള്ള ക്യാമറയാണ് ഇത്. മിച്ചൽ ക്യാമറ എന്നാണ് ഇതിൻ്റെ പേര്. ഈ ക്യാമറയിലാണ് 1000-ലൊരുവൻ, അടിമപ്പെണ്ണ് തുടങ്ങിയ അക്കാലത്തെ ഹിറ്റ് സിനിമകളെല്ലാം MGR ഒക്കെ അഭിനയിച്ച സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മലയാളത്തിൽ സേതുമാധവൻ സാറിൻ്റെയും വിൻസെൻ്റ് മാഷിൻ്റെയും ഭാസ്കരൻ മാഷിൻ്റെയും ഒക്കെ സിനിമ, കൃഷ്ണൻ നായർ സാറിൻ്റെയും ഒക്കെ സിനിമകൾ ഇതിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മിച്ചൽ ക്യാമറയുടെ ഒരു പ്രത്യേകത, മുൻപ് ഇത് സ്റ്റുഡിയോ ഫ്ലോറുകളിൽ ചെയ്യുമ്പോൾ ഇതൊക്കെ മേലെ എന്താ ബ്ലിം എന്ന് പറഞ്ഞൊരു ആവരണം വെക്കും. അപ്പോൾ ഈ ക്യാമറ വർക്ക് ചെയ്യുന്ന സൗണ്ട് പുറത്തേക്ക് കേൾക്കില്ല. അന്ന് സ്റ്റുഡിയോയിൽ ഡയറക്റ്റായിട്ട് സൗണ്ട് എടുക്കുന്നതുകൊണ്ട് ഡയലോഗും പാട്ടും ഒക്കെ അന്ന് നേരിട്ട് എടുക്കുമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ക്യാമറയുടെ സൗണ്ട് പുറത്ത് തീരെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആവരണം വേറെ ഇതിൽ മീതെ വെക്കുമായിരുന്നു. പിന്നീട് സിനിമ ഔട്ട്ഡോറിലേക്ക് വന്നപ്പോൾ ഈ ക്യാമറ പുറത്തേക്ക് വന്നു. പക്ഷേ അന്ന് ഇതിന് വ്യൂ ഫൈൻഡർ സെപ്പറേറ്റ് തനിയായിരുന്നത് അല്ലേ? ഷിഫ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന വ്യൂ ഫൈൻഡർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് ഓൾട്ടർ ചെയ്തിട്ട് സാധാരണ ക്യാമറ പോലെ ഈ വ്യൂ ഫൈൻഡറിലൂടെ തന്നെ കാണുന്ന രീതിയിൽ ആക്കി. ഈ ക്യാമറയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത ഒരു സിനിമയിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ആയുഷ്കാലം എന്നായിരുന്നു ആ സിനിമയുടെ പേര്. അപ്പോൾ അന്ന് ഈ ക്യാമറ ഉപയോഗിച്ചത് എന്തിനായിരുന്നു എന്ന് വെച്ചാൽ അതിൽ സ്പെഷ്യൽ എഫക്ട്സ് ആവശ്യമുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പണ്ട് ഈ ഡബിൾ റോള് സിനിമകൾ, പിന്നെ ചില ഗോസ്റ്റ് എഫക്റ്റ് ആയിട്ടുള്ള ഷോട്ടുകളൊക്കെ ചെയ്യാൻ മിച്ചൽ ക്യാമറ ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാമറ ഉണ്ടായിരുന്നു. മാസ്കിംഗ് എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ഈ ക്യാമറയുടെ ഫ്രണ്ടിലൊരു ഫ്രെയിം കാണാം. ഇത് ഡബിൾ റോൾ സിനിമകളെല്ലാം ചെയ്യുമ്പോൾ ഇതിന് മാസ്കിംഗ് എന്ന് പറയും. ഇവിടെ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചിട്ട് ഈ സൈഡിൽ ഈ പോർഷൻ എക്സ്പോസ് ആവും. ഇപ്പോൾ നായകൻ ഡബിൾ റോളിൽ അഭിനയിക്കുന്ന ആൾ ഇവിടെ നിൽക്കുകയും ഇയാളുടെ ഡ്യൂപ്പ് അപ്പുറത്ത് നിന്നിട്ട് ഡയലോഗ് പറയുകയോ അല്ലെങ്കിൽ അടി കൂടുകയൊക്കെ ചെയ്യും. എന്നിട്ട് ഇത് തിരിച്ച് ഇവിടെ ഒട്ടിക്കും. ഈ ലോഡ് ചെയ്തിരുന്ന ഫിലിം റീവൈൻഡ് ചെയ്യും. റീവൈൻഡ് ചെയ്തിട്ട് എത്ര അടി ഓടിയോ അത്രയും റീവൈൻഡ് ചെയ്തതിന് ശേഷം ഈ സൈഡ്, നേരത്തെ എക്സ്പോസ് ചെയ്ത സൈഡ് കവർ ചെയ്യുകയും നേരത്തെ എക്സ്പോസ് ചെയ്യാത്ത സ്ഥലം എക്സ്പോസ് ചെയ്യുകയും ചെയ്യും. പിന്നീട് ഫിലിമിൽ അപ്പോൾ ഒരേ ആൾ തന്നെ 2 വേഷത്തിൽ നിൽക്കും. അതായിരുന്നു അന്നത്തെ ഡബിൾ റോൾ സംഭവങ്ങളുടെ ടെക്നിക്ക്. അതിനുപയോഗിച്ചിരുന്ന ഒരു ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫ്രെയിമും ഈ ഗ്ലാസും ഉപയോഗിച്ചിരുന്നു.